കൈരളി ടി വിയിൽ എല്ലാ തിങ്കൾ മുതൽ വ്യാഴം വരെയും രാത്രി 9 മണിക്ക് നടക്കുന്ന അവിടുത്തെ പോലെ ഇവിടെയും എന്ന സിറ്റ്കോമിൻ്റെ സെറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് ബാക്കിൽ നടക്കുന്നത് ശരിക്കും ഇവിടുത്തെ സെലിബ്രേഷനാണ്. ഇന്ന് ഇതിൻ്റെ 100ാമത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാവരും ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇവരവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, അവരുടെ സെലിബ്രേഷൻസ് ഉണ്ട്. ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളൊന്നും ഇവിടെ ഇല്ല. അവിടുത്തെ പോലെ ഇവിടെയുമില്ല. ജോർജും ആലിസും നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അവരോടും ബാക്കി ക്രൂ മെമ്പേഴ്സിനോടും വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം. അപ്പോൾ അവിടുത്തെ പോലെ ഇവിടെയും 100ാമത്തെ എപ്പിസോഡിൻ്റെ സെലിബ്രേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ ടി വിയിലായാലും യൂട്യൂബിലായാലും ലക്ഷക്കണക്കിന് വ്യൂവേഴ്ഷിപ്പ് ഉള്ള ഒരു പരിപാടി തന്നെയാണിത്. അപ്പോൾ അവരുടെ സെലിബ്രേഷൻ അവരെല്ലാം സന്തോഷത്തിലാണ്. അവരോട് തന്നെ ചോദിച്ചറിയാം. ആദ്യം അനൂപേട്ട എന്ത് തോന്നുന്നു? ഇത് ഞാനല്ല ആദ്യം സംസാരിക്കേണ്ടത്. നമ്മുടെ എല്ലാമായ ക്യാപ്റ്റനായ ഉണ്ണീച്ചെറിയാൻ സംസാരിക്കുന്ന നമ്മുടെ എഴുത്തുകാരനും ഡയറക്ടറും ഒക്കെ ആയ ഉണ്ണീച്ചെറിയാൻ 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. കൈരളി ടി വിയിലെ അവിടുത്തെ പോലെ ഇവിടെ നിന്നുള്ള പരമ്പര ഇന്ന് 100 എപ്പിസോഡ് തയ്ക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു മൃഗഡോക്ടർ അയാളുടെ ഭാര്യയുമാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ വീട്ടിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയാണ് ഈ സീരിയൽ ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ വളരെ പ്രശസ്തരായ മലയാളി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരായ താരങ്ങളാണ് അഭിനയിക്കുന്നത്. തുടർന്നും പ്രേക്ഷകർ ഞങ്ങളോട് കാണിച്ച ഈ സ്നേഹം തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. എൻ്റെ പിന്നെ അതായത് സാറ് ഒരുപാട് പ്രോഗ്രാമുകൾ കൈരളിയിൽ ചെയ്തതെല്ലാം ഭയങ്കര വമ്പൻ ഹിറ്റുകളായിരുന്നു. എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിരുന്നു സാറിനോടൊപ്പം ഈ ഒരു വർക്കിൽ പങ്കെടുക്കാൻ പറ്റിയത്. അതിന് ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം പ്രേക്ഷകരായ നിങ്ങൾ ഏറ്റെടുത്തതിൽ അതിലേറെ സന്തോഷം. താങ്ക് യു ഉണ്ണി സാർ. പിന്നെ ഞങ്ങളുടെ അനുവേട്ടൻ സ്വാമി, ഞങ്ങളുടെ എല്ലാ ക്രൂവിനോടും 1000 നന്ദി പറയുന്നു. പ്രധാനപ്പെട്ട ഒരാളുണ്ട്, നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞാൽ. കണ്ണനാണ് നമ്മുടെ അധ്വാനം മൊത്തം എടുക്കുന്നത്. ഒന്നും പറയില്ല. 100ാമത്തെ എപ്പിസോഡ് എത്തി നിൽക്കുകയല്ലേ? അപ്പോൾ എന്ത് തോന്നുന്നു? ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ? ഇപ്പോൾ ജനുവരി 1-ാം തീയതി ആണെന്ന് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇത്രയും നാളായി 100 എപ്പിസോഡ് എത്തി. എന്ത് തോന്നുന്നു? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവരെ പഠിപ്പിച്ച് തന്നെ ഞാനൊരു പരിപാടിയിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവരുടെ തന്നെ ചോദിച്ചോളൂ. സൗമ്യ ചേച്ചി എന്ത് പറയും? അയ്യോ, ഒരുപാട് സന്തോഷം. ഇപ്പോൾ ജിനുവൊക്കെ പറഞ്ഞ പോലെ തന്നെ സാറ് ഉണ്ണിസാറിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ മാത്രം വിജയമല്ല കേട്ടോ. ഇത് എല്ലാം നമ്മുടെ ക്രൂ ഒക്കെ അത്രയ്ക്കും സപ്പോർട്ടാണ് നമുക്ക്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിജയമാണ് ഇത്. 100 അല്ല, ഒരു 1000 അതിന് മേളിൽ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും പ്രേക്ഷകർ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കൈരളിയിൽ ചെയ്യുന്ന ഒരുപാട് സീരിയലിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൈരളി തന്നെ, കൈരളിയുടെ സ്വത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിലും അഭിനയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു നിലവാരത്തിന് താഴെ ഇത് ഒരിക്കലും പോയിട്ടില്ല. അത് എഴുത്തിൻ്റെയൊക്കെ ഗുണമാണ്. പിന്നെ കൈരളി ചാനലിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സീരിയലിൽ ഒരു ഭാഗമാകാനും അതിലൊരു പ്രധാന വേഷം ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം. ഇതിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ക്രൂ മെമ്പേഴ്സും എല്ലാം നമ്മളോടൊപ്പം തന്നെ കട്ടക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലംബോദരം മാഷുണ്ട്. ലംബോദരം മാഷാണ് ഇപ്പോൾ സ്റ്റാറായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തോടും കൂടെ ചോദിക്കും. വളരെ സന്തോഷം. സാറിൻ്റെ മിക്ക വർക്കിലും ഞാൻ പങ്കെടുക്കാറുണ്ട്, എന്നെ ഉൾപ്പെടുത്താറുണ്ട്. ഇതിലും എന്നെ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. പിന്നെ ഇതിൻ്റെ വിജയം എന്ന് പറഞ്ഞ പ്രേക്ഷകരാണ്. അവർ നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. പിന്നെ ഈ നിൽക്കുന്ന ക്രൂ മെമ്പേഴ്സിൻ്റെ എല്ലാം ഒരു ഭയങ്കര അധ്വാനമാണ് ഇതിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രേക്ഷകർ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്രൂ മെമ്പേഴ്സിനല്ല എന്താ പറയാനുള്ളത്? അല്ല, ഒരു വലിയൊരു ആഘോഷമല്ലേ 100 എപ്പിസോഡ് എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമാണോ? വലിയൊരു ആഘോഷമല്ലേ? എന്താണ് പറയാനുള്ളത്? നല്ല അതാണ്. നമുക്ക് ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ നൽകി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ലൈവ് സൗണ്ടാകും. പക്ഷെ എന്നാലും എല്ലാവരും നന്നായിട്ട് സഹകരിക്കേണ്ട ആർട്ടിസ്റ്റുകളൊക്കെ അവർ ദേഷ്യപ്പെടാറൊന്നുമില്ല പറഞ്ഞാലും. ഓക്കെ, പറഞ്ഞ പോലെ തന്നെ 100ഉം 200ഉം 500ഉം 1000ഉം എല്ലാം കടന്നു പോട്ടെ എന്ന് തന്നെ ആശംസിക്കാം.